ഞാൻ എഴുതിയതാണ് ശരി, അത് ചെമ്പ് തകിട് തന്നെയായിരുന്നു. ചെമ്പ് തകിട് തന്നെയായിരുന്നു. അപ്പൊ ചെമ്പ് തകിട് തന്നെയായിരുന്നു. പുള്ളിക്ക് എഴുതാൻ റൈറ്റ് ഉണ്ട്, പുള്ളിക്ക് അത് ബോധ്യപ്പെട്ട് എഴുതാൻ പറ്റും. പുള്ളി ദേവസ്വം ബോർഡ് കമ്മീഷണറാണ്. അതിനപ്പുറം അത് വീണ്ടും ബോധ്യപ്പെടാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ട്. അദ്ദേഹം അതിനകത്ത് ചെമ്പ് തകിടെന്നുള്ളത് വളരെ കൃത്യമായിട്ട് വെട്ടിയിട്ട് വീണ്ടും പിത്തളയെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെ കേസ് നിൽക്കും എൻ്റെ തന്നെ? ഇപ്പൊ വന്നിട്ടുണ്ടല്ലോ 2017-18 കാലയളവിൽ അവിടെ പുരാവസ്തു വിൽപ്പന അല്ലെങ്കിൽ പഴയ സാധനങ്ങൾ വെക്കുന്ന പുരാവസ്തു മാഫിയ ഇതിനകത്ത് ബന്ധപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം SITക്ക് മൊഴി കൊടുക്കാൻ രമേശ് ചെന്നിത്തല നിന്നല്ലോ, മൊഴി കൊടുത്തല്ലോ. അതിനകത്ത് എനിക്കിതെല്ലാം ബോധ്യമായത്, കൃത്യത വന്നത് 500 കോടി രൂപയുടെ ഇടപാട് ശബരിമലയുമായി ബന്ധപ്പെട്ട് സ്വർണം കൊള്ളയിലും അല്ലെങ്കിൽ പുരാവസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് സ്വർണം കടൽ കടന്ന കാര്യം എനിക്കറിയാം, അതിന്റെ മൊഴി ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞ് SIT മൊഴി മേടിച്ചിട്ടുണ്ടല്ലോ. അതിനകത്ത് ഇന്നലെ വ്യവസായി ഇദ്ദേഹം മൊഴി കൊടുത്തു, തെളിവ് കൊടുത്തു. ഇതെല്ലാം സാധൂകരിക്കുന്നതിന് വേണ്ടി അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഈ വിഷയത്തിനകത്ത് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കള്ളക്കടത്ത് നടന്ന പുരാവസ്തു കടത്ത് നടന്ന കടൽ കടന്ന 500 കോടി രൂപയുടെ കടൽ കടന്ന ഇതും അതിൻ്റെ കാര്യങ്ങളും രേഖാമൂലം കൊടുത്തിരിക്കുന്നു എന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് മനസ്സിലാവുന്നുണ്ട്. അതായത് ഇതിനകത്ത് കോടതി ആദ്യം ചോദിച്ചതുപോലെ അതായത് അന്താരാഷ്ട്ര ഗൂഢാലോചന നടന്നു. അതുകൊണ്ടാണ് ഇപ്പം വാസു പറഞ്ഞത് എവിടെ ഏതാ സ്വർണം, ഞാൻ ഉത്തരവാദിത്തപ്പെട്ടവനെ രേഖപ്പെടുത്തി, അത് സ്വർണ്ണമല്ലായിരുന്നു. എവിടെ രേഖ? അത് പിച്ചളയായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ എഴുതി കൊടുത്തത്. തീർന്നില്ലയോ? എന്തിയ രേഖ?